രേണുവും വീട്ടുകാരും ചീത്ത വിളിച്ച് അടിച്ചോടിച്ച ബിഷപ്പ് സുധിച്ചേട്ടൻ്റെ ചരമവാർഷികത്തിൽ വന്നു. ആ അച്ഛൻ്റെ മനസ്സ്. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ കഥ നടക്കുന്നത് സുധിച്ചേട്ടൻ മരിച്ച സമയത്താണ്. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് അന്ന് രേണു അത്ര പോപ്പുലറൊന്നുമല്ല. അപ്പോൾ ഇവർക്ക് പൈസ അങ്ങനെയൊന്നുമില്ല. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഒരുപാട് കടങ്ങളൊക്കെ വെച്ചാണ് സുധിച്ചേട്ടൻ മരിച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ഞാൻ പറയുന്ന സ്റ്റോറി ഇതിലേക്ക് നമുക്ക് പോകാം. സുധിച്ചേട്ടൻ മരണശേഷം ഒരുപാട് പേര് സഹായിക്കാൻ വന്നു. അതിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് എന്നൊരച്ഛൻ, അവർക്ക് വീട് വെക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ സ്ഥലം വിട്ടു നൽകി, സ്വന്തം സ്ഥലം വിട്ടു നൽകി. അങ്ങനെയാണ് വീട് വെച്ച് കൊടുത്തത്. ഈ വീട് വെച്ച് കൊടുത്ത ശേഷം രേണുവിൻ്റെ വീട്ടുകാരുമാണ് കൂടി. ഈ അച്ഛനെ പറയാനൊന്നുമില്ല. കൊടുത്തത് എന്തോ കുറ്റകരമായ രീതിയിലാണ് അവർ സംസാരിച്ചത്. സ്വന്തം സ്ഥലം ഒരു 10 പൈസ പോലും ഇല്ലാതെ അച്ഛൻ വിട്ടുകൊടുത്താണ്. എന്നിട്ട് യാതൊരു ഇതും ഇല്ലാതെ രേണുവിൻ്റെ വീട്ടുകാരും അച്ഛനെ നല്ലപോലെ ചീത്ത വിളിക്കും. നല്ല ഒരു ആയിട്ട് അച്ഛനെ ഒരുപാട് അധിക്ഷേപിക്കുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും സുധിച്ചേട്ടൻ്റെ വാർഷികമായിരുന്നു ഇന്നലെ. ആ വാർഷിക ദിനത്തിൽ അച്ഛൻ അവിടെ വന്ന്, ആ ബിഷപ്പ് അവിടെ വന്ന് അവരുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥന ചെല്ലുകയും രേണുവിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയോടെ ചെല്ലിയാണ് ആ അച്ഛനവിടെ പോയത്. ആ അച്ഛൻ്റെ നല്ല മനസ്സ് എന്നേ പറയാനുള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായതാണ്. ഇവർ സുധിയുടെ വീട്ടുകാരും രേണുവിൻ്റെ വീട്ടുകാർ ഈ അച്ഛനെ പറഞ്ഞ വാക്കുകളൊക്കെ അച്ഛൻ തന്നെ ഒരുപാട് സങ്കടത്തോടെ ആ സമയത്ത് വീടിയിട്ട്. എന്നിരുന്നാലും ഇതെല്ലാം മറച്ചു വെച്ചു, ഇതെല്ലാം മനസ്സിൽ നിന്ന് അകറ്റി ഈ അച്ഛൻ സുധിച്ചേട്ടൻ്റെ ചരമവാർഷികത്തിൻ്റെ അന്ന് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. വളരെ നല്ലൊരു കാര്യമാണ്. അത്രയും നല്ലൊരു മനസ്സിനുടമയാണ് ഈ ബിഷപ്പ്. ആ മനസ്സിൻ്റെ ഇത് സുധിയുടെ രേണുവിൻ്റെ വീട്ടുകാരും രേണു കാണാതെ പോയി. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.